ഏതാണ്ട് 6 മണിയായതോടെ വീട്ടിൽ നിന്ന് ബസ് ഡിപ്പോയിലേക്ക് നടന്നു. നാഗർകോവിലിലേക്കുള്ള ബസ് കിട്ടി. യാത്രക്കിടെയുള്ള മനോഹരമായ കാഴ്ചകൾ പകർത്താൻ ബുദ്ധിമുട്ടായിരുന്നു. വീഡിയോ എടുത്തുവെങ്കിലും എല്ലാം യൂസബിൾ അല്ലായിരുന്നു. 8:45 ആയതോടെ നാഗർകോവിൽ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. ഭാഗ്യവശാൽ അവിടെ എത്തിയപ്പോൾ തന്നെ കന്യാകുമാരി ബസ്സും. 10:35 ആയതോടെ കന്യാകുമാരിയിലേക്ക് എത്തിച്ചേർന്നു. അത്രയും നേരത്തെ ശ്വാസമുട്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടിക്കൊണ്ട് മുന്നോട്ടുള്ള യാത്ര തുടർന്നു. അവധി ദിവസമായതുകൊണ്ട് തന്നെ തിരക്ക് അല്പം കൂടുതലായിരുന്നു. ആദ്യമായി പോയത് ക്ഷേത്രത്തിലേക്കാണ്. ക്ഷേത്രത്തിലേക്കുള്ള പാതയിലൂടെയുള്ള കാഴ്ചകൾ കൗതുകമുണർത്തുന്നവയായിരുന്നു. പണ്ടുകാലത്ത് പാണ്ഡ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായിരുന്നു കന്യാകുമാരി. ഭരണങ്ങൾ കൈമാറി ഡച്ചുകാരുടെ കയ്യിലെത്തുകയും കൊമരൻ എന്ന പേര് നൽകപ്പെടുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ കൊമരൻ എന്നത് ക്യാപ് കൊമരൻ എന്ന മാറ്റം വരുത്തി. പിന്നീട് ഇന്ത്യ ഗവൺമെൻറ് കന്യാകുമാരി എന്ന പേര് തിരിച്ചു പിടിച്ചു. 2 കിലോമീറ്റർ നീളമുള്ള ഭീമൻ ക്യൂ ആയിരുന്നു അത്. ഏതാണ്ട് 6 മണിക്കൂർ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വന്നു. 2 ബോട്ട് മാത്രമാണ് യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. ബോട്ടിനകത്ത് നിന്ന് കാഴ്ച വളരെ മനോഹരമായിരുന്നു. എതിരെ വരുന്ന ബോട്ടിൻ്റെ ശബ്ദം യാത്ര ചെയ്യുന്ന ബോട്ടിൻ്റെ ശബ്ദത്തേക്കാൾ ഉയർന്നതായിരുന്നു. 5 മിനിറ്റായപ്പോൾ വിവേകാനന്ദ പാറയിലെത്തി. സ്വാമി വിവേകാനന്ദൻ കടൽ നീന്തി കടന്ന് 1892 ഡിസംബർ 23, 25 തീയതികളിൽ ഇവിടെ ധ്യാനിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. 1970 സെപ്റ്റംബർ 2 54 വർഷം മുമ്പ് സ്മാരകം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. പുതിയതായി നിർമ്മിച്ച കണ്ണാടി പാലവും സൂര്യാസ്തമയവും കണ്ട് വീട്ടിലേക്ക് തിരിച്ചു.